നമസ്കാരം, കരുതൽ വിഷനിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം UAE ഒരു കൊച്ചു മിടുക്കിയുണ്ട്. ആ കൊച്ചു മിടുക്കിയുടെ വിശേഷങ്ങൾ ഞാൻ വന്ന ദിവസം തൊട്ട് കേട്ടുകൊണ്ടും കണ്ടുകൊണ്ടും ഒക്കെ ഇരിക്കുകയായിരുന്നു. നമുക്ക് ആ മിടുക്കിയുടെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ ചോദിക്കാനായിട്ട് കുറേ ദിവസം കൊണ്ട് ഞാൻ സ്റ്റോക്ക് ചെയ്ത് വെച്ചേക്കുമായിരുന്നു. അപ്പം നമുക്ക് ചോദിക്കാം. സുഖമാണോ? സുഖം. ഞാൻ പേരൊന്നും പറയുന്നില്ല, ഞങ്ങളുടെ കരുതൽ വിഷനിലേക്ക് മോളുടെ പേര് പറയുക. ഞാൻ സനുഷ സുരേഷ്. ഞാനിവിടെ ദുബായ് അജ്മാനിലാണ് ഉള്ളത്. ഞാനിപ്പോ BA LLB ഫസ്റ്റ് ഇയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നെ പറ്റി ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പറയണമെങ്കിൽ ഞാൻ ഒരു VJ ആണ്. അതും UAE നമ്പർ 1 ഇന്ത്യൻ ടെലിവിഷൻ ചാനൽ ആയ NTVയിൽ ഞാൻ ഓൾമോസ്റ്റ് 8 years ആയിട്ട് വർക്ക് ചെയ്യാണ്. ഞാൻ പറഞ്ഞല്ലോ ആദ്യമേ, പറഞ്ഞത് കറക്റ്റ് ആയിട്ട് വന്നു. ഞാൻ ഒന്നും ചോദിക്കേണ്ട, നിങ്ങളോടൊന്നും പറയണ്ട എന്നും പറഞ്ഞു. കറക്റ്റ് ആയിട്ട് പറഞ്ഞു. ഇനി ഞാൻ ക്വസ്റ്റ്യൻ ചോദിച്ചോ. എത്ര വർഷമായി UAE-യിലുണ്ട്? UAE-ൽ എനിക്ക് 6 months ഉള്ളപ്പോൾ ഇട്ടിട്ടുണ്ട്. സോ ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 18 years ആയിട്ട് ഇവിടെ തന്നെയാണ് സെറ്റിൽഡ്. ഇവിടെ തന്നെയാണ്. അച്ഛന്റെ പേര്? അച്ഛന്റെ പേര് സുരേഷ്. അമ്മയുടെ പേര്? മായ സുരേഷ്. സിസ്റ്റേഴ്സ്, ബ്രദേഴ്സ്? ഒരു ചേച്ചിയുണ്ട്, സുമിഷ സുരേഷ്. ഇപ്പൊ വീട്ടിലെ കുഞ്ഞു കുട്ടിയാണ്? യെസ്, ഏറ്റവും ചെറുത്. ഇവിടെ ഏത് സ്കൂളിലാണ് കുഞ്ഞിലെ പഠിച്ചതൊക്കെ? ഞാൻ എന്റെ ഫസ്റ്റ് ഗ്രേഡ് KG 1 തൊട്ട് 12th വരെ ഞാൻ ഇന്ത്യൻ എക്സലന്റ് പ്രൈവറ്റ് സ്കൂൾ ഷാർജയിലായിരുന്നു. ഓൾ മൈ സ്കൂളിംഗ് ഒറ്റ സ്കൂളിലായിരുന്നു. പിന്നീട് ഇപ്പൊ ഞാൻ ഡിഗ്രിക്ക് ചേർന്നു, ബാച്ചിലേഴ്സ് BA LLB ലോ ഡിഗ്രി. ഇഷ്ടമായിട്ടാണ്? ഭയങ്കര ഇഷ്ടമായിട്ടാണ്. എനിക്ക് സിവിൽ സർവീസ് എഴുതണം എന്നാണ് ഏറ്റവും വലിയ ആഗ്രഹം. സോ അതിനെന്തായാലും ലോ എന്നെ ഹെൽപ്പ് ചെയ്യും എന്ന് എനിക്കറിയാം. സോ ഇപ്പൊ ഒരു ഡ്യുവൽ മേജർ ആയിട്ട് ലോ ചെയ്തിട്ട് എനിക്ക് UPSC എക്സാം ട്രൈ ചെയ്യണമെന്നാണ് ആഗ്രഹം. അപ്പം എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഒക്കെ ഒത്തിരി ഞാൻ കണ്ടു. ഒരു നീണ്ട ലിസ്റ്റ് ആണ് കേട്ടോ. സനുഷയുടെ ഒത്തിരി കാര്യങ്ങൾ ഇങ്ങനെ ഞാനൊന്നും പറഞ്ഞ അത് തീരില്ല. സനുഷ തന്നെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഇങ്ങനെ പറയാം. അപ്പം ഫസ്റ്റ് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, എത്ര നാളായി നാട്ടിൽ പോയിട്ട്? നാട്ടിൽ ഞങ്ങൾ ഈ ജാനുവരിയും പോയിട്ട് വന്നിട്ടുണ്ടായി. നാട് ഇഷ്ടം? നാട് ഭയങ്കര ഇഷ്ടം. മിസ് ചെയ്യുന്നുണ്ടോ? മിസ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ നാട്ടില് കുറെ നാള് നിന്നിട്ടില്ല. കുറച്ച് ബ്രേക്കിന് പോയി 10-15 days നിന്ന് വരും. ബട്ട് മിസ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ യെസ്, അഫ്കോഴ്സ് മിസ് ചെയ്യുന്നുണ്ട്. നാട്ടിൽ പോയി നിൽക്കണം, എക്സ്പീരിയൻസ് ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. ബട്ട് ഒരു UAE ബേസ്ഡ് ലൈഫ് ആയതുകൊണ്ട് കൂടുതൽ ഇഷ്ടം ഇവിടെയാണ്. അപ്പം സനുഷ ആദ്യം തൊട്ട് പറയാ, KG-യുടെ ഇപ്പം പറഞ്ഞു ഷാർജ ഇന്ത്യൻ സ്കൂൾ അല്ലേ? അവിടെയല്ലേ പഠിച്ചേ? ഷാർജ ഇന്ത്യൻ സ്കൂൾ, ഇന്ത്യൻ എക്സലന്റ് സ്കൂൾ. അപ്പോഴേ ഫസ്റ്റ് തൊട്ട് പറയാണ്, എക്സ്ട്രാ കരിക്കുലർ തൊട്ട് തുടങ്ങാം നമുക്ക് അങ്ങോട്ട്. സോ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് എന്ന് പറയുമ്പോൾ ഞാൻ കുഞ്ഞിലേ തൊട്ട് ഡാൻസ് കളിക്കും. പഠിച്ചിട്ടില്ല, പഠിക്കാണ്ട് ഡാൻസ് കളിക്കും. എല്ലാം ഒന്നും പഠിച്ചിട്ടില്ല. അവിടെയാണ് സനുഷയുടെ പ്രത്യേകത. സനുഷ എവിടെയും പഠിക്കാൻ പോയിട്ടില്ല. പക്ഷെ പുലിയാണ്. പിന്നെ ഞാൻ പെയിന്റ് ചെയ്യും, ഓൾ ഫോംസ് ഓഫ് പെയിന്റിങ്. അതിപ്പോ ക്യാൻവസ് ആണെങ്കിലും, വാൾ പെയിന്റിങ്സ് ആണെങ്കിലും, ബോട്ടിൽ പെയിന്റിങ്സ് ആണെങ്കിലും, നോർമൽ സ്കെച്ചിങ്സ്, നമ്മുടെ കാരിക്കേച്ചർ, അങ്ങനത്തെ എന്ത് ഫോം ഓഫ് ആർട്ടും ചെയ്യാൻ ഇഷ്ടമാണ്. അതിലും ബോട്ടിൽ പെയിന്റിങ്ങിലും ഫാബ്രിക് പെയിന്റിങ്ങിലും ഇവിടെ 2019 നടന്ന ഒരു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു, ഫെവിക്രിൽ എന്ന് പറയുന്നത്. സോ അത് ഓൾ UAE കോമ്പറ്റീഷൻ ആയിരുന്നു, ഏജ് ലിമിറ്റ് ഇല്ലായിരുന്നു. സോ അറൌണ്ട് 1.3K പാർട്ടിസിപ്പൻസ് ഉണ്ടായിരുന്ന ഒരു കോമ്പറ്റീഷനിൽ എനിക്ക് ബോട്ടിൽ പെയിന്റിങ്ങിനും ഫാബ്രിക് പെയിന്റിങ്ങിനും ഫസ്റ്റ് പ്രൈസ് കിട്ടി. അസാധ്യ പെയിന്റിംഗ് ആണ് കേട്ടോ. നമുക്കൊന്നും ഞങ്ങള് ഇതില് കൂടെ ആ വിഷ്വൽ കംപ്ലീറ്റ് കാണിക്കുന്നുണ്ട്, നിങ്ങൾക്ക് കാണാം. സനുഷയെ കോണ്ടാക്ട് ചെയ്യണമെങ്കിൽ തീർച്ചയായും കരുതലിലേക്ക് വിളിച്ചാല് ഞങ്ങളെ സനുഷയെ കോണ്ടാക്ട് ചെയ്ത് തരുന്നതായിരിക്കും. ഞാൻ ചോദിക്കട്ടെ, ഒത്തിരി കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു, നമ്മൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യം കാണും, എന്താണ്? ഉറങ്ങാൻ. അതെനിക്ക് ഇഷ്ടമായി. ഞാൻ വിചാരിച്ചു വല്ല പെയിന്റിങ് എന്നോ അങ്ങനെയൊക്കെ അങ്ങ് പറയായിരുന്നു. അപ്പം ഉറങ്ങാനാണ് സനുഷയുടെ ഏറ്റവും ഇഷ്ടം. നമ്മള് ഫുൾ ടൈം നമുക്ക് പ്രൊഡക്റ്റീവ് ആയിട്ട് ചെയ്താലും അതുപോലെ തന്നെ നമുക്ക് ഉറക്കം കിട്ടണം. ഇപ്പൊ എന്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ എന്റെ ഹെക്ടിക് കോളേജ് സ്കെഡ്യൂൾ കഴിഞ്ഞിട്ട് ഞാൻ ഏറ്റവും ലാക്ക് ചെയ്യുന്ന ഒരേ ഒരു സംഭവം ഉറക്കം. ഒത്തിരി പേര് ഇപ്പൊ അങ്ങ് ഭയങ്കര സന്തോഷിക്കുന്നുണ്ടാവും കേട്ടോ. കാര്യം നിങ്ങളുടെ ഏജിൽ ഇപ്പൊ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഉറക്കം. യെസ്. സോ എന്റെ ഒരു ഹെക്ടിക് എല്ലാ ഡേ ടു ഡേ റുട്ടീൻ കഴിഞ്ഞിട്ട് ഞാനിപ്പോ ഏറ്റവും ലൈഫിൽ ആഗ്രഹിക്കുന്ന ഒരു സംഭവം ഉറക്കമാണ്. എങ്ങനെയാ കോളേജ് ടൈം ഒക്കെ? ഇവിടുത്തെ കോളേജ് ടൈം എനിക്ക് 6:30 ഇവിടുന്ന് ബസ് വരും. ഞാൻ കോളേജ് എത്തുമ്പോൾ 9 o'clock. Monday to Friday?
Monday to Friday, all 5 days working ആണ്, 2 days ആണ്. എത്ര ട്രാവലിംഗ് ഉണ്ട്? ട്രാവലിംഗ് ഞങ്ങൾക്ക് ഇവിടെ ഒരു 2.5-3 hours അടുപ്പിച്ച് ട്രാവലിംഗ് വരും. എനിക്ക് 9 to 5 ആണ് യൂണിവേഴ്സിറ്റി ടൈം. തിരിച്ചവിടുന്ന് 5:30 ബസ് കയറി ഞാൻ വീട്ടിലൊരു 8:30. എപ്പോഴാണ് ഈ ടൈം ഇതിനൊക്കെ കണ്ടെത്തുന്നത്? അത് എന്റെ ഇൻട്രസ്റ്റ് ലെവല് ഭയങ്കര ഹൈ ആയതുകൊണ്ട് ഞാൻ എല്ലാം മിനിമലൈസ് ചെയ്ത് മാക്സിമൈസ് ചെയ്യും. ഇപ്പൊ അത് ആങ്കറിംഗ് തന്നെയാണെങ്കിലും ഞാൻ കോളേജിൽ കയറിയാലും ഞാൻ വീക്കെൻഡ്സ് ആങ്കറിംഗിന് പോവും. പെയിന്റിംഗ് ആണെങ്കിലും ഞാൻ ഒന്നെങ്കിൽ വന്നിട്ടുള്ള സമയം അല്ലെങ്കിൽ വീക്കെൻഡ്സിൽ ഞാൻ ചെയ്യും. ഇത്രയും ചെയ്തു, ആരാണ് ഏറ്റവും വലിയൊരു മോട്ടിവേറ്റർ ഫാമിലിന്ന്? മോട്ടിവേറ്റർ ഫാമിലി എന്ന് പറയാൻ എനിക്ക് ഈക്വലി 3 പേരും, എന്റെ അച്ഛൻ, അമ്മ, ചേച്ചി എന്റെ ഒരു വലിയ ബാക്ക് ബോൺ എന്ന് പറയാം. എന്നെ ചിലപ്പോൾ ആൾക്കാർ ടിവിന്റെ ഫ്രണ്ടിൽ മാത്രമേ കാണുമായിരിക്കൂ, ബട്ട് അതിന്റെ പിന്നാലെ ഏറ്റവും പ്രവർത്തിച്ചിട്ടുള്ള, ഇപ്പൊ 4th grade തൊട്ടിട്ടാണെങ്കിലും എന്റെ എല്ലാ ഒരു പാഷനും എന്ത് ഒരു ആഗ്രഹം പറഞ്ഞാലും അതിന് ഫുൾ സപ്പോർട്ട് ചെയ്യുന്നത് എന്റെ അച്ഛൻ, അമ്മ, ചേച്ചി. അതിനിപ്പോ ഒരുപാട് ആൾക്കാരുണ്ട്, ബട്ട് എന്റെ മോസ്റ്റ് മോട്ടിവേറ്റർ അല്ലെങ്കിൽ സ്ട്രെങ്ത് അല്ലെങ്കിൽ ബാക്ക് ബോൺ എന്റെ ഫാമിലി. ഇത്രയൊക്കെ ഇഷ്ടങ്ങൾ ഉണ്ടായിരുന്നു, ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു, എന്തുകൊണ്ട് ഇതിന് ഒരു പഠിക്കാനായിട്ട് അല്ലെങ്കിൽ എവിടെയെങ്കിലും സ്പെഷ്യലൈസ് ചെയ്ത് പോകണം അങ്ങനെയൊന്നും ആഗ്രഹം? അത് കുഞ്ഞിലേ തൊട്ട് എന്റെ അച്ഛൻ പറഞ്ഞു തരുന്ന ഒരു സംഭവമായിരുന്നു. ലൈക് ദൈവം തന്ന ഓരോരോ ടാലൻസ് ഉണ്ട്, സോ അത് നമ്മൾ തന്നെ യൂട്ടിലൈസ് ചെയ്ത് നമുക്ക് തന്നെ എത്ര പ്രൊഡക്റ്റീവ് ആക്കാൻ പറ്റുമോ അത്രയും ചെയ്യണം. ഇപ്പൊ പഠിക്കണം എങ്കിൽ ഞാൻ ഇപ്പൊ പോയി പഠിക്കണം എന്ന് പറഞ്ഞാൽ അവര് പഠിക്കാൻ വിടും, ബട്ട് ഇപ്പൊ എന്റെ ഒരു ചെറിയ ടാലന്റ് വെച്ചിട്ട് തന്നെ ആണെങ്കിലും ഞാനത് മോർ യൂസ്ഫുൾ ആക്കും. എനിക്ക് പറ്റുന്ന രീതിക്ക് ഞാൻ അത് അറ്റ് ദ ബെസ്റ്റ് ആക്കും. NTVയിൽ എത്ര നാളായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്? ഞാനിപ്പോ 8 years ആയിട്ട് NTVയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ 2014 കഴിഞ്ഞപ്പോ, അതെന്ന് വെച്ചാൽ ഞാൻ 4th grade തീർത്തപ്പോഴാണ് ഞാൻ NTVയിൽ ജോയിൻ ചെയ്തത്. ജസ്റ്റ് 4th grade തീർത്തപ്പോ, മീൻസ് 2014. എന്ത് പ്രോഗ്രാമാണ് അതിനകത്ത് ചെയ്യുന്നത്? ഇപ്പൊ ചെയ്യുന്നത് അത് അന്ന് ചെയ്തിരുന്നത്. ഞാൻ ഫസ്റ്റ് NTVയിൽ കയറിയത് ഒരു ഗസ്റ്റ് ആയിട്ടാണ്. അന്ന് ഉണ്ടായിരുന്ന ഒരു ഷോ കിഡു കിഡ്സ്. അന്ന് ഞാൻ 4th grade പഠിച്ചിരുന്നപ്പോ അവർക്ക് എന്റെ പെയിന്റിങ്സും ഡ്രോയിങ്സും ഒക്കെ അയച്ചപ്പോ അവരെന്നെ ഇങ്ങോട്ട് എന്നെ ഗസ്റ്റ് ആയിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. വൺസ് ഗസ്റ്റ് ആയിട്ട് പോയിട്ട് എന്റെ ഇൻട്രസ്റ്റും ഇതൊക്കെ കണ്ടിട്ട് അവരുടെ ലൈവ് ഷോയിലേക്ക് എന്നെ ഒരു പാട്ടാക്കാൻ എനിക്കൊരു സെഗ്മെന്റ് അവര് ഫുൾ ഹാൻഡ് ഓവർ ചെയ്തു. ഞാനത് ചെയ്തത് അവർക്ക് ഓഫ് കോഴ്സ് ഇഷ്ടമായിട്ടാവും. എന്നെ കിഡു കിഡ്സിന്റെ ഹോസ്റ്റ് ആയിട്ട് എടുത്തു. പിന്നെ ലോങ് ജേർണി ഞങ്ങൾ പ്രോഗ്രസ് വന്നിട്ട് ഞങ്ങൾ കിഡു കിഡ്സ് മാറി ഞങ്ങളിപ്പോ കിഡ്സ് ആൻഡ് ടീൻസ് മെമ്പേഴ്സ് ആയേക്കാണ്. ഈ പുറത്തൊക്കെ പോകുമ്പോഴത്തേക്ക് ഇവിടെ ആൾക്കാരെ തിരിച്ചറിയാറുണ്ടോ? വൃന്ദമാണ് അങ്ങനെയല്ല, എന്നാലും നമുക്ക് ഞങ്ങളുടെ ഷോ എന്ന് പറഞ്ഞാൽ ഒരു കിഡ്സ് ബേസ്ഡ് ഷോ ആണ്. അപ്പൊ നമുക്ക് മോസ്റ്റ് കോളേഴ്സ് വരുന്നത് കിഡ്സും ടീൻസും ആയിട്ടുള്ള കോളേഴ്സ് ആണ്. സോ ആ ഷോ കാണുന്ന കുറെ ആൾക്കാർ ഇങ്ങനെ കടയിലൊക്കെ പോകുമ്പോ ഒക്കെ കാണും. അങ്ങനെയൊക്കെ കുറെ ആൾക്കാർ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് പെട്ടെന്ന് ലോയിലേക്ക് തിരിഞ്ഞു, അതെന്താണ്? എനിക്ക് ലോ ഭയങ്കര ഇഷ്ടമുള്ള സബ്ജക്റ്റ് ആണ്. മോർ ഓവർ എനിക്ക് കുറെ ഒപ്പീനിയൻസും വന്നിട്ടുണ്ട്. എന്റെ ഒരു ബിഹേവിയർ, എന്റെ ഈ ഡിഫെൻഡീവ് ബിഹേവിയറിന് ലോ ഒരു പറ്റിയ സബ്ജക്റ്റ് ആണ്. ആൻഡ് മോർ ഓവർ ഞാൻ ഈ ഡ്യുവൽ ഡിഗ്രി എടുക്കാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ എനിക്കിതിൽ വരുന്ന സോഷ്യോളജി, സൈക്കോളജി ആണെങ്കിലും എക്കണോമിക്സ്, ഇതൊക്കെ നമ്മുടെ UPSCക്കും ഒരു മെയിൻ ആയിട്ട് വരുന്ന ഒരു സബ്ജക്ട്സ് ആണ്. ഞങ്ങൾക്കിപ്പോ ഇതിൽ സോഷ്യോളജി വരും, പൊളിറ്റിക്കൽ സയൻസും ഇതൊക്കെ വരും. അപ്പൊ അത് സിവിൽ സർവീസിനും കുറച്ച് യൂസ്ഫുൾ ആയിട്ടുള്ള സബ്ജക്ട്സ് ആണ്. ഇത്രയൊക്കെ ചെയ്യുമ്പോഴേ പലപ്പോഴും ഒക്കെ ആലോചിച്ചിട്ടുണ്ടോ നാട്ടിലായിരുന്നെങ്കിൽ കുറച്ചുകൂടെ പ്രൊമോട്ട് ചെയ്തേനെ, അങ്ങനെ ഒക്കെ ചിന്തിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? നാട്ടില് കുറച്ചും കൂടെ എസ്റ്റാബ്ലിഷ്ഡ് ആയി എല്ലാരും ഒക്കെ. നാട്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാല് പ്രവാസികളുടെ മക്കള് അല്ലെ പ്രവാസികളില് ഒക്കെ ആയിരിക്കുന്നവരെയൊക്കെ ഒന്ന് പുറത്തേക്ക് കൊണ്ടുവരാനായിട്ട് ഇവിടെ എപ്പോഴും ലൈഫ് സ്റ്റൈൽ ഭയങ്കര സ്പീഡാണ്. അപ്പം പുറത്തേക്ക് വരാൻ ആൾക്കാർക്ക് അറിയില്ല ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് കൊച്ചുമിടുക്കികൾ ഇവിടെ ഉണ്ട്, അല്ലെ മിടുക്കന്മാർ ഇവിടെ ഉണ്ടെന്ന്. പക്ഷെ അപ്പോഴും നമുക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ നാട്ടിലായിരുന്നെങ്കിൽ? നാട്ടിലായിരുന്നെങ്കിൽ ഇപ്പോ നമ്മുടെ മലയാളം ഇൻഡസ്ട്രി നോക്കുവാണെങ്കിൽ നാട്ടിൽ ഒരുപാട് എക്സ്പോഷറും ഓപ്പർച്യൂണിറ്റീസും കിട്ടിയേനും. ബട്ട് ഓൺ ദി അതർ ഹാൻഡ് ഇവിടെ തന്നെ നോക്കുവാണെങ്കിലും ഇവിടുന്നും വരുന്ന ഒരുപാട് പ്രവാസി ഇങ്ങനത്തെ ബഡ്ഡിങ് ടാലന്റ്സ് കുറെ പേരുണ്ട്. അതുപോലെ ഇപ്പൊ നമ്മുടെ NTV പോലത്തെ പ്ലാറ്റ്ഫോം ആണെങ്കിലും അവർ ഒരുപാട് പിള്ളേരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ലൈക്ക് ഇങ്ങനത്തെ എന്തൊരു ചെറിയ ടാലന്റ് ആണ്. അവിടെ എങ്ങനെയാ ഷെഡ്യൂളൊക്കെ അങ്ങനെ എപ്പോഴും ഷൂട്ട് ചെയ്ത്? ഞങ്ങൾക്കൊക്കെ ലൈവ് ഷോസ് ആണ്. ലൈവ് ഷോസ് ആണ്.
റെക്കോർഡിംഗ് അങ്ങനെ റെക്കോർഡിംഗ് ഇല്ല, ഫുൾ ലൈവ് ആണ് ഞങ്ങള്. ലൈവ് ആണ്. വേറെ പിള്ളേർ എത്ര എല്ലാരും കുഞ്ഞുങ്ങളുടെ ഷോ ആണോ അതോ? അല്ല, ഞങ്ങൾക്ക് ഞങ്ങളുടെ കിഡ്സ് ഇന്ത്യൻസ് മാത്രമാണ് കിഡ്സ് ഷോ. ബാക്കി ഞങ്ങൾക്ക് മോർണിംഗ് 7 o'clock തൊട്ടിട്ട് നൈറ്റ് 10 o'clock വരെ ലൈവ് ഷോസ് പോകുന്നതാണ്. ഞങ്ങളുടെ ഷോ ഒഴിച്ച് ബാക്കി എല്ലാം വരുമ്പോഴത്തേക്ക് അഡൾട്ട് ഷോസ് ഉണ്ട്, ഞങ്ങൾക്ക് ഫ്യൂച്ചർ ഷോസ് ഉണ്ട്, ലൈക് പ്രഡിക്ഷൻ ഷോസ്, പിന്നെ ഡോക്ടർ ലൈവ്, ടീച്ചർ ലൈവ്. മൊത്തത്തിൽ അങ്ങ് തിരക്കാണ്. യെസ്, മൊത്തത്തിൽ അങ്ങ് തിരക്കാണ്. ഒന്ന് ചോദിച്ചോട്ടെ, അപ്പൊ ഇതിന്റെ ഈ സമയത്ത് തന്നെ ഇവിടെ വന്നപ്പോ ഞങ്ങൾ കുറെ വാളിലൊക്കെ കുറെ പിക്ചർ നന്നായിട്ടൊക്കെ ചെയ്തു വെച്ചേക്കുന്നുണ്ട്. അതും സൻഷയുടേതാണ്. അതിന് എന്ത് പെയിന്റ് ആണ് സൻഷയ യൂസ് ചെയ്തത്? ഞാൻ ഇപ്പൊ വാൾ പെയിന്റിംഗിന് യൂസ് ചെയ്യുന്ന ഫുൾ പെയിന്റ്സ് അക്രലിക് പെയിന്റ്സ് ആണ്. കാരണം ഇപ്പൊ ജസ്റ്റ് മോയ്സ്റ്റ് അടിച്ചാൽ അത് പോകത്തില്ല, ഇറ്റ് റിമെയിൻസ് സെയിം. അതാണ് ഞാൻ വാൾ പെയിന്റിങ്സിനും ബോട്ടിൽ പെയിന്റിങ്സിനും ഫുൾ യൂസ് ചെയ്യുന്ന അക്രലിക് പെയിന്റ്സ് ആണ്. ഇപ്പൊ അത് ബുക്കിലോ ക്യാൻവാസിലോ ആണെങ്കിൽ ഞാൻ കൂടുതൽ പോസ്റ്ററും അക്രലിക്കും മിക്സ് ചെയ്ത് ചെയ്യും. ഞങ്ങൾ നാട്ടിലേക്ക് സൻഷയ ക്ഷണിക്കുവാണെങ്കിൽ വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ടോ? ഹോൾ ഹാർട്ടഡ്ലി ഞാൻ വരും. അപ്പൊ ഞങ്ങളങ്ങ് തീരുമാനിച്ചിട്ടുണ്ട് ഒരു കാര്യം, സൻഷയെ ഞങ്ങളുടെ കരുതലങ്ങ് ഏൽപ്പിക്കാൻ കുറച്ച് UAE കുറച്ച് കാര്യങ്ങളൊക്കെ. ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ് അമ്മ ഉണ്ടാക്കുന്ന ഇഷ്ടം. ഫുഡ് അടിക്കുന്ന ഇഷ്ടം? നല്ല ഫുഡ് അടിക്കും, നല്ല ഫുഡ് അടിക്കും. അമ്മ ഉണ്ടാക്കുന്ന ഫുഡാണ് ഏറ്റവും ഇഷ്ടം. അല്ല, ഇവിടെ ഒത്തിരി റയർ ആയിട്ടുള്ളതൊക്കെ കിട്ടില്ലേ? അതിൽ എന്നും പുറത്തുനിന്ന് കഴിച്ചാ ഒരു മടുപ്പ് വരുമല്ലോ. ബട്ട് അങ്ങനെ പുറത്തുനിന്ന് കഴിക്കാനാണ് എനിക്ക് ബിരിയാണിയാണ് ഏറ്റവും ഇഷ്ടം. അല്ലാണ്ട് വീട്ടിൽ അമ്മ എന്തുണ്ടാക്കിയാലും എനിക്ക് ഇഷ്ടമാണ്. വീട്ടില് ആരാണ് പറഞ്ഞു? അച്ഛനായിരുന്നു ഏറ്റവും കൂടുതൽ അല്ലേ? എല്ലാ പെൺമക്കളും പറയുന്ന കണക്കാണോ പറഞ്ഞതോ അത് കറക്റ്റ് ആയിട്ട് എങ്ങനെയാണ് അച്ഛൻ ഏത് രീതിയിലാണ് സൻഷയെ മോട്ടിവേറ്റ് ചെയ്യുന്നത്? പപ്പ മോട്ടിവേറ്റ് ചെയ്യുന്നു എന്ന് വെച്ചാൽ മോസ്റ്റ് ഓഫ് ഹിസ് ലൈഫ് എക്സ്പീരിയൻസിൽ കൂടിയാണ് ഞങ്ങൾക്ക് മോട്ടിവേഷൻ തരുന്നത്. ലൈക്ക് പപ്പ എപ്പോഴും പറയും പപ്പന്റെ ലൈഫിൽ പപ്പയ്ക്ക് സാധിക്കാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ പപ്പയ്ക്ക് ഞങ്ങളിൽ കൂടെ സാധിച്ചു കാണണം. അത് ഞങ്ങൾക്കൊരു വലിയ മോട്ടിവേഷൻ ആണ്. ലൈക്ക് ഇപ്പൊ ഞങ്ങളൊരു ചെറിയൊരു ഫീൽഡിൽ എന്തെങ്കിലും അച്ചീവ് ചെയ്താലും പപ്പന്റെ ഫേസിൽ ആ സ്മൈല് കാണുമ്പോ തന്നെ ഞങ്ങൾ മോട്ടിവേറ്റഡ് ആയിക്കോളും. ഇനി നാട്ടിൽ ഞങ്ങളൊന്ന് ക്ഷണിച്ചു കഴിഞ്ഞാല് ഏത് പ്രോഗ്രാം ചെയ്യാനാണ് സൻഷയ്ക്ക് ഇഷ്ടം? എനിക്ക് അങ്ങനെ ഒന്നുമില്ല. എനിക്ക് ഈ എംസിങ് ഫീൽഡ് അല്ലെങ്കിൽ ലൈവ് പ്രോഗ്രാം ഇല്ലാന്ന് വെച്ചോ, അല്ലെങ്കിൽ എന്തോ നമ്മളിപ്പം ലോ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നു, ബാക്കി എല്ലാം ഉണ്ട്, പക്ഷെ ഏത് ഷോ ആയിരിക്കും സൻഷ തെരഞ്ഞെടുക്കുന്നത്? എന്നെ ഏതൊരു ഷോ ഏൽപ്പിച്ചാലും അത് ഭംഗിയായിട്ട് ചെയ്തു തരും. അതിന് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. സ്പോർട്സ് അങ്ങനെ എന്തെങ്കിലും? ഞാൻ ബാഡ്മിന്റൺ കളിക്കും. ഞങ്ങൾ ഇവിടെ അബുദാബി ക്ലസ്റ്റേഴ്സിന് പോയിട്ട് ഞങ്ങൾ 3rd അടിച്ചിട്ടുണ്ട്. വേറെ നിങ്ങൾ പ്രാക്ടീസ് അങ്ങനെയൊക്കെ ചെയ്യുന്ന എപ്പോഴായിരിക്കും? പ്രാക്ടീസ് ഞങ്ങൾ വലുതായിട്ട് ആക്ച്വലി ട്രെയിനിങ് ചെയ്തിട്ടില്ലായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് സ്കൂളിൽ കിട്ടുന്ന സമയത്ത് ഞങ്ങൾ 12th ബോർഡ്സിന്റെ നടുക്കിൽ ഞങ്ങൾ മോർണിംഗ് സാറ്റർഡേസ് ഒക്കെ പോയി പ്രാക്ടീസ് ചെയ്യുക. എഡ്യൂക്കേഷൻ ഇപ്പൊ കൂടെ കൊച്ചു മുതലേ പഠിക്കുകയാണ്. നാട്ടിലെ ലെവൽ ആ രീതിയിലുള്ള എഡ്യൂക്കേഷൻ ആണോ ഇവിടുത്തെ ആണോ കൂടുതൽ? ഇപ്പൊ കുറെയൊക്കെ എന്തായാലും 18 years ആയില്ലേ, പറയാൻ പറ്റും ഏതാണ്? നാട്ടിലെ ടീച്ചിങ് സ്റ്റൈൽ കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആണ്, ഇവിടുത്തെ ടീച്ചിങ് സ്റ്റൈലും കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആണ്. ബട്ട് ബോത്ത് സൈഡ്സിലും പോസിറ്റീവ്സ് ഉണ്ട്. ഇവിടെ കൂടുതലും ടീച്ചേഴ്സ് കുറച്ച് മീൻസ് സ്റ്റുഡന്റ് ഫോക്കസ്ഡ് ആണ്. സ്റ്റുഡൻസ് ആയിരിക്കും കൂടുതൽ ഓൺ സെൽഫ് വർക്ക് ചെയ്ത് സെൽഫ് ഹോംവർക്ക് ചെയ്തിട്ട് പഠിക്കുന്നത്. ബട്ട് നാട്ടിൽ നോക്കുവാണെങ്കിൽ നാട്ടിൽ തീരെ സ്പൂൺ ഫീഡിങ് ഇല്ല എന്ന് പറയാം. ലൈക്ക് ഇവിടുത്തെ സ്റ്റുഡൻസിനാണെങ്കിൽ ഒരു പൊതുവെ പ്രവാസികളുടെ മക്കളെ കുറിച്ച് ഒരു അഭിപ്രായമുണ്ട്, അവർ ഭയങ്കര പാവങ്ങളാണ്, അവർക്ക് കള്ളങ്ങളൊന്നും അറിയില്ല. നാട്ടിലെ കുഞ്ഞുങ്ങളൊക്കെ കുറച്ച് തരികിടയൊക്കെ അറിയാവുന്ന എന്താണ് അതിന്റെ? നാട്ടിലെ കിട്ടുന്ന എക്സ്പോഷർ ആയിരിക്കും, അല്ലെങ്കിൽ അവര് വളർന്നു വരുന്ന ഒരു സാഹചര്യമായിരിക്കും. ഇവിടെ ഓൾമോസ്റ്റ് ലൈക്ക് ഇവിടെ എന്ന് പറയുന്നത് ഡൈവേഴ്സ് കൾച്ചേഴ്സ് ആണ്. സോ ഇപ്പൊ ഒരു ക്ലാസ്സിൽ തന്നെ നാട്ടില് നമ്മളിപ്പോ ഒരു സ്കൂളിലോ ഒരു ക്ലാസ്സിലോ നോക്കിയാൽ 30 പിള്ളേരാണെങ്കിൽ 30 മലയാളി പിള്ളേരായിരിക്കും. പക്ഷെ ഇവിടെ ഞങ്ങൾക്ക് ഒരു ക്ലാസ്സിൽ പഠിക്കുമ്പോഴത്തേക്ക് ഞങ്ങൾക്ക് 30 പിള്ളേരാണെങ്കിൽ 30 ഓരോരോ നാട്ടുകാരാണ്. ഫ്രണ്ട്ഷിപ്പിന്റെ ഇപ്പൊ ഒത്തിരിയേറെ പ്രശ്നങ്ങളുള്ള സമയം ഫ്രണ്ട്ഷിപ്പ് എങ്ങനെയാണ് ഇവിടുത്തെ നിങ്ങളുടെ ഒരു അത് ഡിപ്പെൻഡ് ചെയ്യും. നമ്മൾ ചൂസ് ചെയ്യുന്ന ഫ്രണ്ട്സ് പോലെ ഇരിക്കും. ലൈക്ക് നമ്മള് ഒരു ഫ്രണ്ടിനെ ചൂസ് ചെയ്യോ അത് നമ്മളെ തന്നെ അഫക്ട് ചെയ്യും എന്ന് പറയുന്നത്. ഇപ്പൊ എന്റെ ലോ ക്ലാസ് നോക്കാനാണെങ്കിലും ഇന്ത്യൻ ലോ പഠിക്കാൻ ഞങ്ങൾക്ക് എത്യോപ്യന്ന് വരെ പിള്ളേരുണ്ട്. അങ്ങനെ ഒരു ഭാഗ്യം നിങ്ങൾക്ക് ഇവിടെ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് എല്ലാ നാട്ടിലുണ്ട്, കുറെ ഉണ്ട്, പക്ഷെ എങ്കിലും എല്ലാവർക്കും അത് കിട്ടാറില്ല. ഇനി ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ. നാട്ടില് ഞങ്ങള് കരുതലിലേക്ക് സൻഷയെ ഇവിടെ നിന്ന് പ്രോഗ്രാം ചെയ്യാൻ, ഇവിടുത്തെ സ്ഥലങ്ങളെ കുറിച്ചൊക്കെ ഇത് ചെയ്തിട്ട് പ്രോഗ്രാം ചെയ്യാൻ പറയുവാണെങ്കിൽ സൻഷ ഏത് സ്ഥലത്തെ ചൂസ് ചെയ്യും? UAE ഇപ്പൊ അജ്മാൻ എവിടെയൊക്കെ മിക്കപ്പോഴും ദുബായിലെ പഠിക്കുന്നേ, ഏത് സ്ഥലമാണ്
ഈ UAE വന്നിട്ട് ഏറ്റവും കൂടുതൽ അത് എനിക്ക് തോന്നുന്നു ഞാൻ സംസാരിച്ചതിൽ സൻഷയുടെ മനസ്സിലായത് എന്തിനെ കുറിച്ച് ചോദിച്ചാലും സൻഷയ്ക്ക് കൃത്യമായ ഒരു ഉത്തരവുണ്ട് അല്ലെ? അപ്പോൾ ഏത് സ്ഥലത്തിനെയാണ് ഇവിടെ വന്നിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ടതായി തോന്നിയിട്ടുള്ളത്? എനിക്കിപ്പോ റെസിഡൻസി പ്ലേസ് ആണെങ്കിൽ ഞങ്ങളുടെ ഒരു കംഫർട്ട് സോൺ അജ്മാൻ തന്നെയാണ്. കാരണം ഞങ്ങൾ വന്നപ്പോ തൊട്ടിട്ട് അജ്മാൻ മറക്കത്തില്ലെന്നാണല്ലേ? അതെ, വന്നടം മറക്കാൻ പാടില്ലല്ലോ. മറക്കാൻ പാടില്ല. ഞങ്ങൾ അജ്മാനിലായതുകൊണ്ട് ഒരു റെസിഡൻസി പ്ലേസ് ആണെങ്കിൽ ഞങ്ങൾക്ക് കംഫർട്ട് അജ്മാന. കാരണം ഈ ലൊക്കാലിറ്റിയിൽ ഓൾമോസ്റ്റ് എല്ലാവർക്കും ഞങ്ങളെയും അറിയാം, ഞങ്ങൾക്ക് അവരെയും അറിയാം. ബട്ട് ഇപ്പൊ ഒരു വ്ളോഗോ അങ്ങനത്തെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അഫ്കോഴ്സ് UAE ടൂറിസ്റ്റ് ഹബ്ബായ ഒരു പ്ലേസ് ആയതുകൊണ്ട് ദുബായ് ആയിരിക്കും ഞാൻ പ്രിഫർ ചെയ്യുന്നത്. കാരണം ദുബായിൽ കാണാൻ അത്രത്തോളം സ്ഥലങ്ങളുണ്ട് കാണിച്ചു കൊടുക്കാനും. കണ്ടു തീരത്തില്ല. അത് ഞങ്ങൾക്ക് മനസ്സിലായി വന്നപ്പോഴത്തേക്ക്. ഇനിയും ഇങ്ങനെ വിശാലമായിട്ട് കിടക്കുവാണ്. നാട്ടിലെ കുഞ്ഞുങ്ങൾക്ക്, നാട്ടിലെ നിങ്ങളെ പോലുള്ള കുഞ്ഞുങ്ങൾക്ക് എന്തായിരിക്കും സൻഷയ്ക്ക് കൊടുക്കാനുള്ള ഒരു മെസ്സേജ്? ഒരു കൺഫൈൻഡ് ബൗണ്ടറിയിൽ നിൽക്കല്ലേ. ഇപ്പൊ നാട് നോക്കുവാണെങ്കിൽ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. നമ്മളിപ്പോ ഫേസ് ചെയ്യുന്ന നമ്മുടെ സൊസൈറ്റിയിൽ ലിമിറ്റേഷൻസ് ആണെങ്കിലും കുറെ ആൾക്കാരുടെ ആഗ്രഹങ്ങൾ സാധിക്കാൻ പറ്റാത്ത അത്ര ബൗണ്ടറീസിൽ അവരെ ചുറ്റിപ്പറ്റി നിൽക്കുക. ഞാൻ ഓൾവേസ് പറയാ, ഇപ്പൊ എന്നോട് തന്നെ ഞാൻ പറഞ്ഞിട്ടുള്ള ഒരേ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ വാട്ട് മേക്സ് യു ഹാപ്പി അത് നമ്മൾ ചെയ്യണം. നമുക്ക് മനസ്സിൽ എന്ത് സന്തോഷമായിട്ട് തോന്നുന്നു, നമുക്ക് എന്ത് ആഗ്രഹം തോന്നുന്നു, നമ്മളെ എത്ര ആൾക്കാർ ഡീമോട്ടിവേറ്റ് ചെയ്താലും നമുക്കൊരു സ്ഥലത്ത് എത്തും എന്ന് ഉറപ്പുണ്ടെങ്കിൽ ചുറ്റിനും ആരെയും നമ്മൾ നോക്കണ്ട. നമ്മൾ ഒരു ലെവലിൽ എത്തുമ്പോൾ ആരും നമ്മളെ ക്രിട്ടിസൈസ് ചെയ്യാൻ കാണത്തില്ല. നമ്മൾ ഒരു സ്റ്റെപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും നമുക്ക് കുറെ ക്രിറ്റിസിസം വരുന്നത്. പക്ഷെ നമ്മളൊരു ലെവലിൽ എത്തുമ്പോൾ നമുക്ക് കൈയടിക്കാനേ ആൾക്കാർ കാണും. കറക്റ്റ്. ഇതാണ് നാട്ടിലുള്ളവർക്ക് കൊടുക്കാനുള്ള മെസ്സേജ്. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ UAE വന്നിട്ട് 18 വർഷം, ഇനി ഭാവിയിൽ ഒന്ന് സെറ്റിൽ ആവണം. ഇപ്പൊ എല്ലാരും വേറെ വേറെ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് പോകുന്ന ഏത് രാജ്യമായിരിക്കും ചൂസ് ചെയ്യുന്നത്? ഇന്ത്യ. എന്താ കാര്യം? ഞാൻ എടുത്തേക്കുന്ന എന്റെ എല്ലാ ഫ്യൂച്ചർ പ്രൊഫഷൻസും ഇന്ത്യൻ ബൗണ്ടറീസിൽ കൺഫൈൻഡ് ആയിട്ടുള്ളതാണ്. ഞാൻ ഇപ്പൊ ഒരു UAE സെറ്റിൽഡ് അല്ലെങ്കിൽ UAE ബ്രോട്ടപ്പ് ചൈൽഡ് ആണെങ്കിലും ഞാൻ എപ്പോഴും ഇന്ത്യനെ സ്നേഹിക്കുന്ന ഒരാളാണ്. ഇന്ത്യക്കാരി എന്നുള്ള കാര്യത്തിൽ ഞാൻ അഭിമാനിക്കുന്നു. കാരണം ഞാൻ ഒരു കുഞ്ഞുങ്ങളുടെ നിന്നും ഇങ്ങനെ ഒരു മറുപടി കിട്ടിയിട്ടില്ല. എനിക്ക് നാട്ടിൽ സെറ്റിൽ ആവാൻ താല്പര്യമുള്ളതുകൊണ്ടാണ് ഞാൻ സിവിൽ സർവീസും ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ ഞാനിപ്പോ UAE പഠിക്കുവാണെങ്കിലും ഞാനിപ്പോ പഠിക്കുന്നത് ഇന്ത്യൻ ലോ ആണ്. അപ്പോൾ എനിക്ക് നാട്ടിൽ വന്ന് എന്നേലും സെറ്റിൽ ആവണം തന്നെയാണ് ആഗ്രഹം. നമ്മൾ എത്ര പറഞ്ഞാലും നമ്മൾ UAE എക്സ്പാട്രിയേറ്റ്സ് മാത്രമാണ്. എന്നാലും നമ്മൾ നമ്മുടെ സ്വന്തം നാട്ടിൽ പോയി ചേരണം. സൻഷയുടെ വിശേഷങ്ങളൊക്കെ കേട്ടല്ലോ. ഇനി കരുതൽ ന്യൂസിനോട് എന്തെങ്കിലും പറയാനുണ്ടോ? കരുതൽ വിഷൻ, കരുതൽ റേഡിയോ. എന്നെ വിളിച്ചതിനും എനിക്ക് ഇത്രത്തോളം നല്ല ഓപ്പർച്യൂണിറ്റി തന്നതിനും കരുതലിന് ഒരുപാട് താങ്ക് യു. അതുപോലെ തന്നെ സൻഷയുടെ ഇനിയുള്ള ഓരോ പടികളിലും ഉയർച്ചയുണ്ടായിട്ട് വലിയൊരു സ്റ്റാറായിട്ട് കരുതൽ വീണ്ടും സൻഷയുടെ ഇന്റർവ്യൂവിന് വരും. കരുതലിന് സൻഷ ഇനി ഞങ്ങളോടൊപ്പം ഉണ്ടാകും. അത് ഓരോരോ UAE പ്രോഗ്രാമുമായിട്ട് ഞങ്ങളോടൊപ്പം സൻഷ ഉണ്ടാകും. എല്ലാ ആശംസകളും. താങ്ക് യു സോ മച്ച്.